ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നൊരു ചോദ്യത്തിന് എനിക്കും നിങ്ങൾക്കും കൃത്യമായൊരു മറുപടി ഉണ്ടാകണം. വാക്കുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്താണ് ഒരു വിശ്വാസി? തനിക്ക് റബ്ബ് ആയുരാരോഗ്യത്തോടു കൂടെ ഒരു ദിവസം കൂടി ജീവിക്കുവാനുള്ള അവസരം തന്നു എന്ന് കൂട്ടുക. രാത്രി ഉറങ്ങാൻ പോയപ്പോൾ റബ്ബെടുത്ത റൂഹുണ്ട്, അത് രാവിലെ അലാം കോക്ക് കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ തിരിച്ച് റബ്ബ് തന്നെങ്കിലേ നമ്മളെ ഉണരുകയുള്ളൂ. അപ്പോ അങ്ങനത്തെ ഒരു തിരിച്ചു തരവ് റബ്ബ് നമുക്ക് നൽകിയാൽ അവിടുന്ന് അങ്ങോട്ട് ഒരു ദിവസം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് സമയത്തിന്റെ പരിമിതിയിൽ നിന്നും ഓടിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, നന്ദി കാണിച്ചു തുടങ്ങാൻ നമുക്ക് കഴിയണം. നന്ദി കാണിച്ചു തുടങ്ങാൻ നമുക്ക് കഴിയണം പ്രാർത്ഥിച്ചുകൊണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തന്റെ ദിവസം ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവങ്ങോട്ട് ഉണരുമ്പോൾ തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉണരാൻ കഴിയുക എന്നുള്ളത് എത്ര വലിയൊരു തൗഫീഖാണ്. എന്താ പറഞ്ഞത്? അള്ളാഹുവേ, ഞങ്ങളെ നീ മരിപ്പിച്ചിരുന്നു. ഒരു ഉറങ്ങുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പടച്ചോൻ പിടിച്ചെക്കുന്നല്ലേ, അത് പടച്ചോണ്ട് തന്നത് കൊണ്ടാണ് നമ്മൾ വന്നത്. എന്നിട്ട് പറയാണ്, പടച്ചോനെ നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളൊക്കെ മടങ്ങി വരാനുള്ളത് എന്ന. അപ്പൊ ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി. പടച്ചോനെ, ഇന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു സൗഖ്യമായ അവസ്ഥയിലാണ് ഞാൻ എണീറ്റിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എണീക്കാൻ കഴിയുമായിരുന്നില്ല. സൗഖ്യത്തോടുകൂടെ എന്റെ ശരീരത്തിൽ ഒരു പ്രയാസവും ഇല്ലാതെ എനിക്ക് ജീവിക്കാനുള്ള അനുമതി തന്ന റബ്ബേ, നിനക്കാവുന്നു സ്തുതി. വറദ്ദ അലയ്യ റൂഹി, എനിക്കിതാ എന്റെ റൂഹ് ഒരു ദിവസം കൂടി പടച്ചോൻ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. വഅദിന ലീ ബിദിക്രി, അവനെ ഒന്ന് ഓർക്കാനുള്ള ഒരു അനുമതിയും ഒരു ഓർമ്മയും അല്ലാഹുവേ നീ എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ ഹംദ് പറഞ്ഞ് എണീക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ തുടക്കത്തിൽ ഉണ്ടാകേണ്ടത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതൊക്കെ ഒരു പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകാം, എങ്കിലും വിസ്മരിക്കപ്പെട്ട ദിവസങ്ങളായിരിക്കാം ഒരു പക്ഷെ അധികവും ഒന്നു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ഉണർത്തൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നോട് പറയുന്നത് ഒരൽപ്പം ശബ്ദം കൂട്ടി പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ എണീക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പിന്നെ നമ്മൾ എണീക്കുക എന്ന് പറഞ്ഞല്ലോ, അത് എപ്പോഴാണ് എണീക്കേണ്ടത്? അത് സുബൈന്റെ ബാങ്ക് കൊടുത്തിട്ടല്ല ശരിക്കും എണീക്കേണ്ടത്. ഒരു വിശ്വാസി ശരിക്കും എണീക്കേണ്ടത് ഒരു സുബഹിന്റെ മുമ്പാണ്. എന്താണ് ആ സുബഹിന്റെ മുമ്പുള്ള ആ ഒരു സമയത്തിന്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു സമയമാണല്ലോ, വല്ലാത്തൊരു സമയമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒന്നാം ആകാശത്തേക്ക് റഹ്മാനായ റബ്ബ് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുമെന്ന. ഹൽ മിൻ സായിലിൻ, എന്നോട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഫൗഅതിയ, ഞാൻ അവൻക്ക് കൊടുക്കാം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ആവശ്യങ്ങളൊക്കെ എമ്പാടുമുള്ളവരാണ് നമ്മൾ. ആ ഒരു സമയത്ത് റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, എന്നോട് ആരെങ്കിലും ഇന്നലകളിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയാൻ ആ സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഞാൻ അവൻക്ക് പുറത്തു കൊടുക്കാമെന്നാണ്. സുഹൃത്തുക്കളെ, നേരത്തെ എണീക്കുന്നവർ തന്നെ ആ സമയം വാട്സപ്പിലും മറ്റുമൊക്കെ ഇരുന്ന് തൊലക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു സുബഹി ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഒന്ന് നമ്മൾക്ക് അത്താഴത്തിന് എണീച്ചൊരു സമയമുണ്ടല്ലോ, അത് ജീവിതത്തിന്റെ ക്രമമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ കഴിയും സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചാൽ നമുക്ക് തൗഫീഖ് ഉണ്ടാവും. ആ ഒരു അരമണിക്കൂർ അത് വേറെ എവിടെയും നമ്മൾ കൊണ്ട് കളയരുത്. റഹ്മാനായ റബ്ബിനോട് ചോദിക്കാണ്ടത് ചോദിച്ച്, പൊരുത്തപ്പെടിപ്പിക്കാനുള്ളത് പൊരുത്തപ്പെടിപ്പിച്ച് ആ നിലക്ക് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ ആ നമസ്കാരത്തിന് മുൻപ് വുളു എടുക്കുമല്ലോ. വുളു ഏതായിരുന്നാലും നമ്മൾ എടുക്കും. വുളു എടുത്താലേ നമുക്ക് ആ നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ. ആ വുളു എടുക്കുമ്പോഴുള്ള ആ ഒരു പ്രതിഫലം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാ അവയവങ്ങളുടെയും
നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതിനുശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന 1.5 വരി പ്രാർത്ഥനയുള്ളൂ സുഹൃത്തുക്കളെ. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഓർമ്മയിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യൻ, അത് എപ്പോൾ ഒതുകൊടുത്താലും ആ പ്രാർത്ഥന പതിവാക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചൊരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ? ഇല്ലാ ഫുതിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിന് ആകെയുള്ളത് 8 കവാടമാണ് പ്രിയപ്പെട്ടവരെ. ആ 8 കവാടവും ഈ മനുഷ്യന്റെ മുമ്പിൽ നാളെ പരലോകത്ത് തുറന്നു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വുദു എപ്പോൾ നമ്മൾ എടുത്തുവോ അതിനുശേഷമുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് തന്നെ വുദുവെടുത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നിർവഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന രൂപം നമുക്ക് ഉണ്ടാകണം. റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ എന്നല്ല സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്. ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഏറെ സന്തോഷം ഈ 2 റക്അത്തിലുള്ള പ്രതിഫലമായി നാളെ പരലോകത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂല. അതുകൊണ്ട് ആ 2 റക്അത്ത് സുന്നത്ത് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പള്ളിയിലേക്ക് നടക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് പോവുകയാണ്. സുമ്മ മശാ ഇലാ ബൈത്തി മിൻ ബുയൂത്തില്ലാ ലിയഖ്ലിയ ഫരീലതൻ മിൻ ഫറായിലില്ലാ. അല്ലാഹു നമ്മളോട് ഫറലാക്കിയ ആ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. പോകുമ്പോൾ എന്താ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നത്? കാലത്തു ഖുത്വതാഹു അഹദുഹുമാ തഹത്തു ഖതീഅതൻ. ഒരു കാല് വെക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഒരു ദറജ ഉയരുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ കാല് വെക്കുന്നത് പോലും ഒരു 500 മീറ്റർ നടക്കുന്ന ഒരു മനുഷ്യൻ എത്ര കാലുകൾ വെച്ചിട്ടുണ്ടാവും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും മെച്ചമാണ്. ആ വരവ് പോലും നമുക്ക് പുണ്യമാണെന്നാണ് പറഞ്ഞത്. അള്ളാന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ശരിക്കും ഒളുവെടുത്ത് ആ പള്ളിയിലേക്കുള്ള നടത്തം കഴിഞ്ഞാൽ തന്നെ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ചെയ്യുന്ന നിസ്കാരങ്ങളൊക്കെ അവനക്ക് ബോണസാണ് എന്നുള്ളതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഒരിക്കലും ഉപേക്ഷ വരുത്തരുത് എന്നാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. അറിയാം നമുക്കതിന്റെ അർത്ഥം. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണമേ എന്നാണ്. സുഹൃത്തുക്കളെ, ഇരു ലോകത്തിലും അള്ളാന്റെ റഹ്മത്ത് ഉണ്ടെങ്കിലേ തട്ടും തടവുമില്ലാതെ നമുക്ക് ജീവിച്ച് ഈമാൻ കിട്ടി മരിച്ച് സ്വർഗ്ഗം നമുക്ക് കിട്ടുകയുള്ളൂ. ആ റഹ്മത്താണ് നമ്മൾ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ ചോദിച്ചത്, മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇതല്ലാത്ത മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിഹിൽ ഖരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഒന്ന് ഹിഫ്ലാക്കാൻ വേണ്ടി തീരുമാനിച്ച് നടക്കും. എന്താ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നറിയോ? പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് പറയുമെന്നാണ്. ഫഇദാ ഖാല ദാലിക ഖാല ശൈത്വാൻ. ഒരു അടിമ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ പിശാച് പറയുമത്രേ, ഹുഫിള മിന്നി സായിറൽ യൗമി. ഈ മനുഷ്യൻ എന്റെ എല്ലാ കുതന്ത്രത്തിൽ നിന്നും ഈ ദിവസം മുഴുവനും സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഒരു തിന്മ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് വരുമ്പോൾ ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സുബഹി ജമാഅത്തായിക്കൂടെ നിർവഹിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരാണോ സുബഹി അത് ജമാഅത്തായിക്കൂടെ നിർവഹിക്കുന്നത് അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണ വലയത്തിലാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്നവരാണ് നമ്മൾ, അല്ലെ? ഒരു വാഹനം നമ്മൾ മേടിക്കുമ്പോൾ 1 ലക്ഷം കൂടുതൽ കൊടുത്താൽ ഇതാണ് കുറച്ചുകൂടി സെക്യൂരിറ്റി എന്ന് അറിഞ്ഞപ്പോൾ അത് മുടക്കാൻ ഒരു വിഷമവും നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് ജീവിതത്തിലുടനീളം സെക്യൂരിറ്റി നമുക്ക് ലഭിക്കും ആ 2 റക്അത്തുള്ള നമസ്കാരം എന്ന് പറയുമ്പോൾ. സുഹൃത്തുക്കളെ, നമ്മൾ ദുനിയാവിനേക്കാൾ ഏറെ ആ ഒരു കാര്യത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇതാണ് നിർവഹിക്കുന്നതോടുകൂടെ രാവിലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എണീറ്റു, ദിക്റുകൾ ചൊല്ലി, അതേപോലെ തന്നെ ഒതുവെടുത്തു, നമസ്കരിക്കുകയും ചെയ്താൽ പിശാച് തലേന്നിട്ട ഒരു 3 കെട്ടുണ്ടായിരുന്നു. അലസതയുടെ ഒരു കെട്ടുണ്ടായിരുന്നു.
അതങ്ങ് അഴിഞ്ഞു പോകുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഅസ്ബഹ നശീതൻ, അതോടുകൂടി അവൻ ഉന്മേഷവാനായി തയ്യിബൻ നഫ്സ്. പിന്നെ മനസ്സിലേക്കൊക്കെ നല്ലതേ വരികയുള്ളൂ. നല്ല ചിന്തകളുമായി കൊണ്ട് പ്രഭാതത്തെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. ഇല്ല എങ്കിലോ ഇതൊന്നും പരിഗണിക്കാത്തവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, വഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, അവൻ മോശമായ മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് അവൻ നേരം പുലർന്നു. പിന്നെ ഇങ്ങനെ ഒരു മടിയനായിക്കൊണ്ട് ചെയ്യേണ്ടതൊന്നും നേരം പോലെ ഒന്നും ചെയ്യാതെ ആ ദിവസം കണ്ട് കയ്യുന്നണ്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയായിക്കൊണ്ട് മാറുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ പ്രഭാതത്തെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് 33 തവണ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലാൻ എത്രയാ സമയമാണ് സുഹൃത്തുക്കളെ നമുക്കൊക്കെ വേണ്ടത്. മാക്സിമം കഴിഞ്ഞ 2, 3, 4 മിനിറ്റ് ആളുകൾക്ക് എന്തൊരു ബേജാറാലോചിക്കുക. ഇങ്ങനെ എണീറ്റ് പോകാനുള്ള വ്യഗ്രതയാണ്. ആ പൊറുതികേട് എവിടുന്ന് ഉണ്ടാക്കണ അറിയുകള് പിശാചിട്ട് തന്നതാണ്. കാരണം എന്താ അറിയോ, ഇത് മനസ്സാന്നിധ്യത്തോടു കൂടെ ചൊല്ലുന്ന ഒരു മനുഷ്യർക്ക് കിട്ടുന്നത് ചില്ലറ നേട്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലി 100 തകക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയോട് കൂടെ 100 മനസ്സ് തട്ടിയിട്ട് സുഹൃത്തുക്കളെ ചൊല്ലുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് മെഷീനെ പോലെ കൈ ഇങ്ങനെ പോയി ഇറങ്ങണതിനെ കുറിച്ചല്ല പറഞ്ഞത്. മനസ്സ് തട്ടി ഓരോ എണ്ണവും ശരിക്കും പിടിച്ച് 100 തകക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഗുഫിറത് ഖതായാഹു ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. സുബ്ഹാനല്ലാഹ്, ഒരു കടലിലെ നുരയോളം ചെറുപാപങ്ങൾ ഉണ്ട് എങ്കിലും ഈ 3-4 മിനിറ്റിന്റെ അധ്വാനം കൊണ്ട് പടച്ചും അതൊക്കെ പുറത്ത് തന്നു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ അതിന് സമയമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞതിൽ എന്തർത്ഥമാണ് സുഹൃത്തുക്കളെ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചിടണം. അവിടെ അതാണ് ഇബാദത്ത് ചെയ്യാൻ സ്വബറുവാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഒരു അക്ഷമ നമ്മുടെ ദിനം പ്രതി ഈ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മനുഷ്യൻ കൊണ്ടുപോയി തൊലക്കുന്നത് അവന്റെ ആയുസ്സല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇതും ചൊല്ലി, പിന്നെ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഒക്കെ ഒരു തവണ ചൊല്ലി, ആയത്തുൽ കുർസിയും ചൊല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ആയത്തുൽ കുർസി ഒരു തവണ ചൊല്ലി എണീറ്റ് പോകുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സിമ്പിൾ ആയിക്കൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ, ഇനി ആ മനുഷ്യന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എന്തിന്? സ്വർഗത്ത് പോകാൻ. സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിലുള്ള ആകെയുള്ള അന്തരം എന്ന് പറയുന്നത് ആ മനുഷ്യൻ മരിക്കുക മാത്രമാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണെങ്കിൽ സുഹൃത്തുക്കളെ, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിശാചാണ് ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാ, അവൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിൽ നിന്നൊരു സംരക്ഷണം കൂടിയാണ് ആയത്തുൽ കുർസി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, രാവിലെ ചൊല്ലാനുള്ള പ്രാർത്ഥനകൾ, പ്രഭാതത്തിൽ ചൊല്ലാൻ, പ്രദോഷത്തിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ഒരു ചെറിയൊരു ഒരു പേജിലേക്ക് മടക്കാൻ 2 മടക്കേ ഉണ്ടാകുള്ളൂ. അങ്ങനെ തുറന്നിട്ട് വെച്ചാലേ ഒരു 15 മിനിറ്റ് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ വേണ്ടി വരുള്ളൂ, ഒരു 10 മിനിറ്റ്. പക്ഷെ ജീവിതത്തിലുടനീളം ഇരു ലോകത്തേക്കുമുള്ള സകലമാന ഹൈറാത്തുകളും നന്മകളും നമ്മൾ ചോദിച്ചിട്ടേ സുഹൃത്തെ ആ പ്രാർത്ഥന നിർവഹിച്ചൊരു മനുഷ്യന് ഇറങ്ങി പോകുള്ളൂ. ഘനഗംഭീരമായ പ്രാർത്ഥനകളാണ് അതിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആ മനുഷ്യൻ ഫമാത മിൻ യൗമിഹി ഔ മിൻ ലൈലതിഹി ദഖലൽ ജന്ന. ആ രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയൊരു മനുഷ്യൻ അസറാകുന്നതിന് മുൻപ് മരണപ്പെട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ അസറിന് ചൊല്ലിയൊരു മനുഷ്യൻ പിറ്റേ ദിവസം സുബിയാണിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എത്ര വലിയ ഗ്യാരണ്ടിയാണ് സുഹൃത്തുക്കളെ, എത്ര വലിയ ഗ്യാരണ്ടിയാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ലൈഫിന് ഗ്യാരണ്ടിയില്ല. നമ്മുടെ പോക്കറ്റിൽ ഇട്ട് നടക്കുന്ന നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് ഒരു പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു കൊല്ലം ഉണ്ടാവും. നാം ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻക്ക് 10 കൊല്ലം കിട്ടിയേക്കാം. എപ്പോഴും ഗ്യാരണ്ടിന്റെ പിന്നാലെ നമ്മളുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷെ എപ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നുവോ അവിടുന്ന് അങ്ങോട്ട് സ്വർഗം നിനക്കുറപ്പുണ്ട് എന്ന് പറഞ്ഞ ഇത്തരം ഇബാദത്തുകളെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പുറങ്കാലുകളെ കൊണ്ട് തട്ടാൻ നമുക്ക് കഴിയും?
കഴിയുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകളിലായി നമ്മൾ അവിടെ ഇരിക്കുന്ന സമയം അത്രയും 10 മിനിറ്റാണോ നമ്മൾ ഇരിക്കുന്നത്, 10 മിനിറ്റും നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മലക്കുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഇരുത്തം അങ്ങോട്ട് വുളു മുറിയാത്ത അവസ്ഥയിൽ നമ്മൾ സൂര്യോദയം വരെ ഇരുന്ന്, സൂര്യോദയം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചിട്ടാണ് പോകുന്നതെങ്കിലോ പ്രിയപ്പെട്ടവരെ, ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ലഭിക്കുമെന്നൊക്കെ പണ്ഡിതന്മാരെ നമ്മളെ പരിചയപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് റാഹത്തായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഫീലിംഗ്സോട് കൂടെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ടും സുഹൃത്തുക്കളെ, ആ സമയം അനാവശ്യമായി കൊണ്ട് ഉറങ്ങി തീർക്കേണ്ടതല്ല. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഉറങ്ങാമെന്നതിനപ്പുറത്ത് ആ ഒരു സമയം കൊണ്ട് ഉറങ്ങി തീർക്കുന്നൊരു അവസ്ഥ ഏതായാലും നമുക്ക് പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു സമയം, അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. ഏത് സമയത്തും നേരത്തെ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് ബറക്കത്ത് കൊടുക്കണേ എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു സമയം ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വീട് വിട്ടിറങ്ങും. ജോലിക്കും മറ്റു പഠനത്തിനൊക്കെ വേണ്ടി വീട് നമ്മൾ വിട്ടിറങ്ങുകയാണ് രാവിലെ, അല്ലെ? എങ്ങനെയാണ് സുഹൃത്തുക്കൾ ഇറങ്ങേണ്ടത്? പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം എന്നാ പറഞ്ഞത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിശാച് വന്നുകൊണ്ട് പറയുമെന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുക്കും. പിന്നെ അവന്റെ പിന്നാലെ പോയിട്ടൊരു കാര്യമില്ല, അവന് സെക്യൂർഡാണ് എന്നുള്ളതാ. 2 പേര് പ്രാർത്ഥന സുഹൃത്തുക്കൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നമ്മുടെ മുഴുവൻ മുന്നോട്ടുള്ള പോക്കിലും സംരക്ഷകരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹഫളത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബിസ്മി ചൊല്ലി വാഹനത്തിലേക്ക് കയറി സീറ്റിലിരുന്ന് അല്ലാഹു അക്ബർ 3 തവണ ചൊല്ലി പിന്നീട് സുബ്ഹാനല്ലദി സഖറ ലനാ തുടങ്ങുന്ന വാഹനത്തിൽ കയറിയുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, പകലുടനീളം നമ്മൾ പല ആളുകളുമായി കൊണ്ട് സംവദിക്കുന്നുണ്ടാകും. എല്ലാവരോടും നല്ല സ്വഭാവത്തോടു കൂടെ പെരുമാറാൻ നമ്മൾ പ്രത്യേകം ശീലിക്കണം, സ്വബർ കാണിക്കണം. അങ്ങനെ നമ്മൾ സൽസ്വഭാവിയായി കൊണ്ടിരിക്കുന്ന കാലത്തോളം ആ പകല് മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സ്വാഇമി വൽ ഖായിം. ഒരു നോമ്പുകാരന്റെയും രാത്രി എണീറ്റ് നമസ്കരിക്കുന്നവന്റെയും കൂലി സൽസ്വഭാവിക്ക് ലഭിക്കുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പകലിൽ നോമ്പ് നോൽക്കണമെങ്കിൽ നല്ല ശക്തമായ ക്ഷമ നമുക്ക് ആവശ്യമാണ്. രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. ഒരു സൽസ്വഭാവി എന്ന് എപ്പോഴാ സുഹൃത്തുക്കൾ നമ്മൾ ഒരാളെ കുറിച്ച് പറയുക? അദ്ദേഹത്തോട് പല ടൈപ്പുള്ള ആളുകൾ വന്നിട്ട് പലതും ദേഷ്യപ്പെടുന്ന രൂപത്തിലൊക്കെ സംവദിക്കുന്നുണ്ടാവും. അവരോടൊക്കെ മാന്യമായി കൊണ്ട് സംവദിക്കണമെങ്കിൽ ഉള്ളിലൊരൽപ്പം ക്ഷമ വേണം. നോമ്പുകാരൻ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കുന്ന മനുഷ്യർക്ക് സൽസ്വഭാവിയായി കൊണ്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നോമ്പ് സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം ഈ മനുഷ്യൻക്ക് എടുത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട സുഹൃത്തുക്കളെ, ദുഹാ നമസ്കാരമാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഖുത്ബയിലുടനീളം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ. വമ്പിച്ച പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 2 റക്അത്തെങ്കിലും ദുഹയുടെ സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഒരു കോംപ്രമൈസിനും ഒരു ദിവസത്തിൽ വിധേയമാക്കാൻ പാടില്ലാത്ത കാര്യമാണ് 5 നേരത്തെ ഫർളായ നമസ്കാരങ്ങൾ. അള്ളാന്റെ ഓർഡറാണ്, ഹാഫിളു അലസ്സലവാത്ത്. 5 വഖ്ത് നമസ്കാരങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം. അതിന്റെ സമയത്ത് കൃത്യമായി കൊണ്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അവിടെ പിന്നൊരു തടസ്സം നമുക്ക് ഉണ്ടാകാൻ പാടില്ല സുഹൃത്തുക്കളെ. അള്ള വെച്ച ചില ഇളവുകൾ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്നും അതിനിങ്ങനെ നമുക്ക് തോന്നുമ ചൊല്ലുന്നൊരു തോന്നുമ ചൊല്ലികളായിക്കൊണ്ട് മാറാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. പ്രത്യേകം ഉടനെ തന്നെ റബ്ബ് പറഞ്ഞു വസ്സലാത്തിൽ വുസ്താ, അസറിന്റെ നമസ്കാരം എന്ന് പറയുന്നത്. അസറിന്റെയും സുബഹിന്റെയൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് റഹ്മാനായ റബ്ബ് നമ്മൾ പഠിപ്പിക്കുന്നത്. സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലെ പണിയുടെ പേരും ഒക്കെ പറഞ്ഞ് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്തൊരു സാഹചര്യം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിക്കണമെന്നാ പറയാനുള്ളത്. പിന്നെ ഒരു ദിവസം മുതലാക്കാൻ സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ദാനം ധർമ്മം ചെയ്യുക. ആ രംഗത്ത് ഗൂഗിൾ പേ സംവിധാനം സുഹൃത്തുക്കളെ എത്ര വലിയ നിഅമത്ത്. ഒരു കുട്ടിയും കാണൂല, എത്രയാ കൊടുത്തത് എന്ന് പോലും അറിയില്ല. നല്ല നെയ്യത്തോടു കൂടെ 1 രൂപ കൊടുക്കാൻ കഴിയും.
1 രൂപ കൊടുക്കാൻ കഴിയൂ? കൊടുക്കണം സുഹൃത്തുക്കളെ. എത്ര വലിയ രോഗങ്ങളുടെ ഒക്കെ വാട്സപ്പിലേക്കൊക്കെ സഹായിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്രങ്ങാനും വീഡിയോകൾ നമ്മൾ വരുന്നത്. അവോയ്ഡ് ചെയ്യല്ല സുഹൃത്തുക്കളെ. അതൊന്ന് അങ്ങനത്തെ കാണുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പലപ്പോഴും മടിക്കുന്ന സാഹചര്യം വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തോളി, പേടിക്കണ്ട. 1 ഉറുപ്പ്യ അതിലുണ്ടോ അത് കൊടുത്തോളും. ബിസ്മി ചൊല്ലിയിട്ട് പടച്ചവൻ അതൊന്നായിക്കൊണ്ടല്ല സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ സൂചിപ്പിച്ചത് ഓരോ ദിവസവും എന്തെങ്കിലും ഒക്കെ ഒന്ന് ദാനം ധർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്ന രൂപം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങണ രാത്രി അല്ലെ, എപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്? ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം. ആരാണോ അവിടെയുള്ളത് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം. ആ സമയത്ത് മൊബൈലിന് കുത്തിക്കുറിച്ച് ഇങ്ങനെ നിന്ന് വീണ്ടും എല്ലാ കാര്യങ്ങളും വീണ്ടും വീട്ടിലേക്ക് കയറിയിട്ട് ഇണക്ക് കൊടുക്കേണ്ട, കുട്ടികളോട് കൊടുക്കേണ്ട, മാതാപിതാക്കൾ കൊടുക്കേണ്ട സമയം കൂടി ഈ മൊബൈൽ നമ്മളിൽ നിന്നും അപഹരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. ആ ഒരു സമയം നമ്മുടെ കടമയാണ് അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത്. ഒട്ടനേകം ബാധ്യതയും പ്രയാസങ്ങളുമുള്ള റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കുടുംബത്തോട് സമയം ചെലവഴിക്കാൻ സമയം കണ്ടിരുന്നു പറയുമ്പോൾ അതിൽ പോലും നമുക്ക് സുന്നത്തുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്തതൊക്കെ ആ ഒരു സമയത്ത് ഏതായാലും വീട്ടിലേക്ക് വന്ന് ഒരു ആദ്യത്തെ 10-15 മിനിറ്റെങ്കിലും ഇതൊന്ന് ഓഫാക്കിയിട്ട് അവർക്ക് ഏറ്റവും വാല്യുബിൾ ആയ ടൈം ഒന്ന് കൊടുത്ത് പിന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ വേണ്ടത് ഉണ്ടാവാം. വീട്ടിൽ വന്ന ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അർത്ഥമല്ല, പക്ഷെ നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് കിടപ്പറയിലേക്ക് നമ്മൾ അന്നത്തെ രാത്രി പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ കയറി നരങ്ങി അങ്ങനെ പലതും കണ്ടിങ്ങനെ മനസ്സൊക്കെ മലീമസപ്പെട്ട് അങ്ങോട്ട് ഉറക്കത്തിലേക്ക് വെഴുതി വീഴുന്ന ഒരു രാത്രി ആകരുത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. വുളു എടുത്തുകൊണ്ട് കിടപ്പറയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്, തട്ടിക്കൊട്ടണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശമാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നമുക്ക് ചിലതൊക്കെ ചൊല്ലാനുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഒരുപാടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും 33 തവണ ചൊല്ലി അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലിയിട്ട് 100 പൂർത്തിയാക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ ഫലക്കും നാസും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ 3 തവണ ഓതി പിന്നീട് ശരീരത്തിൽ ഊതിയിട്ട് ശരീരത്തിൽ നമുക്ക് കഴിയുന്ന സമയം സ്ഥലത്തേക്കൊക്കെ കയ്യെത്തും ദൂരത്തൊക്കെ ശരീരം തടവി ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ ചൊല്ലി അല്ലാഹുമ്മ ബിസ്മിക അഹ്യാ വ അമൂതു എന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ ചൊല്ലി അല്ലാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ച് നമ്മൾ അങ്ങോട്ട് കടക്കണം. പ്രാർത്ഥനയോടുകൂടെ തുടങ്ങി പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിച്ച് നല്ല രൂപത്തിലൊരു ദിവസം, അങ്ങനത്തെ ഒരു ദിവസമാണ് നമ്മൾ ആ രൂപത്തിൽ നമ്മൾ കടക്കുന്നതെങ്കിൽ ആ കടക്കുന്ന സമയം പോലും ഇബാദത്ത് ചെയ്തവന്റെ കൂലി കിട്ടും എന്നും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ചൊല്ലി കടക്കുന്ന ഒരു മനുഷ്യർക്ക് കാവലിൽ നിൽക്കാൻ പ്രത്യേക മലക്കുണ്ടെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാകാൻ പ്രത്യേകം നമ്മൾ പരിശ്രമിക്കണം. ഇതും ഇതിനപ്പുറത്തേക്ക് നന്മകളുടെ കൂമ്പാരത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ശ്രദ്ധാലുക്കളിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഓരോ ദിവസവും ഒരു വിശ്വാസിക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ കഴിഞ്ഞത് വിടുക, നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. നമ്മുടെ മുമ്പിൽ ആകെയുള്ളത് ഇന്ന് ഇപ്പൊ കിട്ടിയ അവസരം, അതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ദിവസം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഓരോ ദിവസവും ധന്യമാക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം എന്ന് പറയുന്നത്. ഒരു പേജെങ്കിലും സുഹൃത്തുക്കളെ ഓതാത്തൊരു ദിവസം നമ്മൾക്ക് കടന്നു പോകാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാലേ നടക്കൂ, ജീവിതത്തിന്റെ ഭാഗമാക്കിയാലേ നടക്കൂ. എന്നും പത്രം വായിക്കാതെ ഉറക്കം വരാത്ത ആളുകളുണ്ട്. എങ്ങനെ സുഹൃത്തുക്കളെ സംഭവിച്ചത്? അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമായി കൊണ്ട് തോന്നി അല്ലെ? നമുക്ക് പല സംഗതികൾ അങ്ങനെയാണ്. ഇന്ന കാര്യം ചെയ്തിട്ടില്ല, ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, എന്തേ ഖുർആൻ ഓതിയിട്ടില്ല ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാത്തത്, എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യാത്തത്, ആ ആത്മബന്ധം കുറഞ്ഞു എന്നതാണ് സത്യം. അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ ഒന്ന് നെഞ്ചകത്തേക്ക് ഏറ്റാൻ സമയം കാണണം. ഒരു പേജെങ്കിലും ഓതിയിട്ടേ ഞാൻ കടക്കൂ എന്ന് തീരുമാനിച്ചാൽ, അതൊന്ന് റബ്ബിനോട് അതിന് തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി കൊണ്ട് ഒന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയതാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്താനേ നമ്മൾ രണ്ടാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ദിക്റുകൾ തന്നെയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ചില്ലറ അനുഗ്രഹങ്ങളൊന്നല്ല സുഹൃത്തുക്കളെ നമുക്ക് ഇസ്തിഗ്ഫാറിലൂടെ കിട്ടുക. അള്ളാന്റെ റസൂൽ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാലും ഓരോ ദിവസവും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അള്ളാന്റെ റസൂല് 70 പരം തവണ ചൊല്ലിയിരുന്നു എന്നാണ് പറയുന്നത്. 70 പരം തവണ ചൊല്ലിയിരുന്നു. നമ്മളോ എല്ലാ പാപങ്ങളും പലപ്പോഴും പാപകൂമ്പാരങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോകാൻ എല്ലാവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിനുള്ളിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ആ വിഷയത്തിൽ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഇസ്തിഗ്ഫാറിന്റെ ഒരു കൂമ്പാരം നമുക്കുണ്ട് എങ്കിൽ അതുകൊണ്ടുള്ള മെച്ചം എന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്തെ നമ്മുടെ അമലുകളുടെ ഏടുങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ ബാഹുല്യമുണ്ട് എങ്കിൽ അവനിക്ക് മംഗളം, അവനിക്ക് വിജയാശംസ ഞാൻ നേരുന്നു എന്നാണ് സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് എത്രത്തോളം നമുക്ക് പറയാൻ കഴിയുമോ അതൊക്കെ ശീലമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും മൂളിപ്പാട്ടുകളും ആർക്കും വേണ്ടാത്ത ചില ഗാനങ്ങളും ഒക്കെയാണ് നമ്മുടെ നാവിൻ തുമ്പത്ത് വരുന്നതെങ്കിൽ അതിനൊക്കെ ഒരു ബോധപൂർവമായ സ്റ്റോപ്പിങ്ങൾ നമ്മൾ വരുത്തി അത്തരം സ്ഥാനങ്ങളിൽ ഇസ്തിഗ്ഫാറുകൾ സ്ഥാനം പിടിക്കട്ടെ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങുന്ന പ്രാർത്ഥന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗീയ നിധികളാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്ന അമല്, നാവിന് പറയാൻ ഒരു പ്രശ്നവുമില്ലാത്ത പിന്നെ ഒരു ദുആ, ദിക്ർ, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള 2 വാചകം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ അദ്കാറുകൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴിവ് സമയം കിട്ടുമ്പോ കുത്തി നിറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ഒരു ദിവസം ശരിക്കും ഉപയോഗപ്പെട്ടു എന്നതിന് ഒരു തെളിവായിരിക്കും സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് വിശിഷ്യ വെള്ളിയാഴ്ച ദിവസം നമുക്കൊരു കുറച്ചധികം സ്വലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലേണ്ട ഒരു സമയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് എമ്പാടും ഖൈറുകളാണ്. നമ്മളെ കുറിച്ച് അർശിന്റെ സമീപത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ച് പറയാൻ മാത്രം വിശാലമായ ഇബാദത്തായി കൊണ്ടാണ് അത് പഠിപ്പിച്ചത്. ഇതൊക്കെ ഖുത്ബയിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. അത്രയൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഇത്രയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, ഞാൻ പറയുന്നു ഇത് ഒരുപാടായിട്ട് സുഹൃത്തുക്കളെ, ഇത്രയെങ്കിലും ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഓട്ടോമാറ്റിക്കലി ഹറാമുകളില്ലാത്തൊരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് ഷുവറാണ് സുഹൃത്തുക്കളെ, അത് ഉറപ്പാണ്. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സ് തട്ടിയിട്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ഇതിന്റെ പുണ്യൊക്കെ പ്രതീക്ഷിച്ച് രാവിലെ എണീറ്റത് മുതൽ കടപ്പറയിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അതൊക്കെ ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് തിന്മയിലേക്ക് അടുക്കാത്തൊരു മനസ്സിന്റെ ഉടമയായിക്കൊണ്ട് മാറാൻ അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടെ കഴിയും. അതെന്നെയാണ് സുഹൃത്തുക്കളെ ഇത്ര പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലും തിന്മകളിലേക്ക് ഒരു മനസ്സും പോകാതെ ജീവിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. അതിലേക്ക് നമ്മൾ എത്തും. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ, ഇതൊന്നും നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ഇങ്ങനെ തോന്നിയതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ തോന്നിയതുപോലെ വസിക്കുന്ന തോന്നിവാസികളായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നാളെ മരണത്തിന്റെ ശയ്യയിൽ കടന്ന് വിലപിക്കുന്ന കാര്യമാണ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച ആയത്തിലുള്ളത്. അവരിലേക്ക് മരണം വന്നെത്തുമ്പോൾ അവർ പറയും, പടച്ചോനെ ഒന്ന് മടക്കി തരുമോ നീ എന്നെ, ഒന്ന് മടക്കി തരുമോ നീ എന്നെ. എന്തിനാണ് സുഹൃത്തുക്കളെ, എന്തിനാണ്? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പലതും, പക്ഷേ ഉപേക്ഷ വരുത്തിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പോയി ചെയ്തു വരാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തു വരാനാണ് ഞാൻ ഉപേക്ഷ വരുത്തി. അറിയാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടല്ല, സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, ആഫിയത്ത് ലഭിക്കാഞ്ഞിട്ടല്ല, അറിഞ്ഞു ഞാൻ ഒരുപാട്, പക്ഷെ ശ്രദ്ധിച്ചില്ല. അല്ലാഹ് പറയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊക്കെ ഒരു വെറും പറച്ചാനാണ്. അതിങ്ങനെ പറഞ്ഞ് കെഞ്ചി പറഞ്ഞ് ആവർത്തിച്ച് ഉരുവിടും എന്നതിനപ്പുറത്തേക്ക് ആ വാചകത്തെ റബ്ബ് ഒരിക്കലും മുഖവിലക്കെടുക്കുകയില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ.
അവർ ഇനി കടക്കാനുള്ളത് ഒരു ബർസഖിയായ ലോകത്തിലേക്കാണ്. സുഹൃത്തുക്കളെ, ബർസഖിയായ ലോകത്തിനാകെ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്തു വെച്ച അമലുകളാണ്. ആ ഇട്ടാവട്ടത്തിലുള്ള ഖബറ്, കൂരിരുട്ട് നിറഞ്ഞ ഖബറ് പ്രകാശപൂരിതമാകണോ, സ്വർഗീയ തോപ്പുകളാകണോ? സുഹൃത്തുക്കളെ, തീരുമാനിക്കപ്പെടുന്നത് ഓരോ ദിവസവും നാം ചെയ്തു വെച്ച കാര്യങ്ങൾക്കനുസൃതമായി കൊണ്ടാണ് എങ്കിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. സമയത്തേക്കാൾ വലുതായി ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെറുതെയുള്ളൊരു ജീവിതമല്ല. ഇങ്ങനെ നേരം വെളുത്തു അന്ത്യായി ഇങ്ങനെ പോവുക എന്നതിനപ്പുറത്ത് നേരം വെളുക്കുന്നത് എങ്ങനെ, അന്ത്യാകുന്നത് എങ്ങനെ, അതിനിടയിൽ എങ്ങനെ എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി എഴുതി വെച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ചോദിച്ചാലാണ് സുഹൃത്തുക്കൾ അതൊക്കെ കിട്ടുള്ളൂ. അല്ലാഹുവേ, എല്ലാവിധ നന്മകളിലുമുള്ള ഒരു വർധനവ് എന്റെ ജീവിതത്തിൽ എനിക്ക് നീ നൽകണേ എന്നത് അള്ളാന്റെ റസൂൽ ചോദിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് ജീവിതം എല്ലാ നിലക്കും നന്മയിൽ അധിഷ്ഠിതമായി, നന്മകളാൽ നിബിഡമായി, നല്ലൊരു അർത്ഥവത്തായ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം റഹ്മാനായ റബ്ബിനോട്, അതേപോലെ തന്നെ കുടുംബക്കാരോട്, നാട്ടുകാരോട്, ഇസ്ലാമിനോട് എല്ലാവരോടും കടമകളും കടപ്പാടുകളും നിർവഹിച്ച് ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് ഇരു ലോകത്തിലേക്കും വേണ്ടി പരമാവധി അധ്വാനിച്ച് ആ അധ്വാനശീലനായി റാഹത്തായി കൊണ്ട് ഉറങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അന്ത്യമായ ഉറക്കത്തിലും റാഹത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ബോധപൂർവം ശ്രദ്ധിച്ചാലേ കഴിയൂ. റഹ്മാനായ റബ്ബിനോട് തൗഫീഖിന് ചോദിച്ചാലേ കഴിയൂ. പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് ഓരോ ദിവസത്തെയും ശരിക്കും ഉപയോഗപ്പെടുത്തി ആയുസ്സിനെ തന്നെ ഉപയോഗപ്പെടുത്തിയവനായി സ്വർഗത്തിലേക്ക് ആ ദിവസത്തിൽ തന്നെ കുതിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ടും രോഗം കൊണ്ടുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നന്മകൾ കേൾക്കുവാനും കേട്ട നന്മകൾ പകർത്തുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇന്നലകൾ വന്നുപോയിട്ടുള്ള സകലമാന തിന്മകളും ചെറുതും വലുതുമായതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് നന്മകൾ യഥേഷ്ടം ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി സ്വർഗാവകാശത്തിൽ എത്തിച്ചേരാനുള്ള അപാരമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.